ജെയിൻ സർവകലാശാലയുടെ ഫ്യൂച്ചർ കേരള സമ്മിറ്റിൽ ഏറ്റവും അധികം പേരെ ആകർഷിക്കുന്നത് റോബോവേഴ്സാണ്. റോബോ പട്ടി മുതൽ വിർച്വൽ റിയാലിറ്റി വരെയുള്ള ഏറെ കൗതുകത്തോടെയാണ് ആളുകൾ ആസ്വദിക്കുന്നത്. ഉച്ചകോടി 4ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പങ്കാളിത്തവും ഏറുകയാണ്. ശാന്തമായി കടന്നുവന്ന് ആളുകളെ അഭിവാദ്യം ചെയ്യുന്ന റോബോ പട്ടി. ഫ്യൂച്ചർ കേരള സമ്മിറ്റിലെത്തിയ ആളുകൾ ഒരു നിമിഷം അത്ഭുതത്തോടെയും അതിലുപരി കൗതുകത്തോടെയും നോക്കി നിന്നു. കാഴ്ചകൾ ഇനിയുമേറെയുണ്ട്. വിദ്യാർത്ഥികളുടെ പിന്നാലെയും ജെയിൻ സർവകലാശാലയുടെ ഫ്യൂച്ചർ കേരള സമ്മിറ്റിന്റെ പ്രധാന ആകർഷണമാണ്. സുസ്ഥിരത, ഗവേഷണം, നവീകരണം, സംരംഭകത്വം എന്നിവയിലൂന്നിയുള്ള ഉച്ചകോടിയിൽ ഓരോ ദിവസവും ജനപങ്കാളിത്തമേറുകയാണ്. നല്ല റെസ്പോൺസാണ്. കാരണം ആളുകൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സമ്മിറ്റ് കാണുന്നത്. കാരണം നമ്മൾ ഈ ഫ്യൂച്ചർ സമ്മിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നതാണ് എനിക്ക് റെസ്പോൺസ് മനസ്സിലാവുന്നത്. അങ്ങനെ നല്ലൊരു പുതിയൊരു അനുഭവമാണ് മലയാളികൾക്ക്. ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്ന തീമിനെ ബേസ് ചെയ്ത് ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്യൂച്ചറിസ്റ്റിക് ആൻഡ് വൈബ്രന്റ് ഫെസ്റ്റിവലാണ് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ. യാതൊരു സംശയമില്ല കാര്യത്തിന്. കാരണം ഇങ്ങനെ ഒരു സമാനമായ ഒരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ സമ്മിറ്റ് ആരും ഓർഗനൈസ് ചെയ്തിട്ടില്ല. ഓരോ ദിവസവും ഓരോ വിഷയത്തിനനുസരിച്ചുള്ള ശില്പശാലകളും പ്രഭാഷണങ്ങളും പ്രദർശനങ്ങളുമാണ് ഉച്ചകോടിയിലുള്ളത്. ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഫ്ലീ മാർക്കറ്റിലും രസകരമായ കാഴ്ചകളാണ് ഒരുക്കിയിട്ടുള്ളത്. മനോരമ ന്യൂസ്, കൊച്ചി. ആലുവ UC കോളേജിൽ ദർപ്പൺ